Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ചാപ്റ്റർ 5 ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷനെ പറയുന്ന വേറൊരു പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന്. അപ്പോൾ ഇതിൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ് റെഫർ ടു ഡെസിഷൻസ് റിലേറ്റിംഗ് ടു യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് അതല്ലെങ്കിൽ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്യുന്നതുമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഡെസിഷൻ എങ്ങനെയൊക്കെയാണ്, വേർ ടു ഇൻവെസ്റ്റ്, എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഹൗ ലോങ് ടു ഇൻവെസ്റ്റ്, എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ രണ്ട് തരത്തിലാണുള്ളത്. നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ വേണോ, ഷോർട്ട് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ വേണോ എന്നുള്ളത്. നമ്മൾ ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുന്നതെങ്കിൽ അതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷോർട്ട് ടേമിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കണമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഡെസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ് എന്ന് പറയുമ്പം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുമായി ബന്ധപ്പെട്ട് വരുന്ന തീരുമാനങ്ങൾ. ദ ഡെസിഷൻ റിലേറ്റിംഗ് ടു utilization of funds or capital. There are two types of investment decisions. One is long-term investment and another one is short-term investment. ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണെങ്കിൽ അതിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത് തന്നെ എന്താണ്, ലോങ് ടേമിലേക്കാണെന്ന് ക്ലിയർ ആയല്ലോ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്തോളാം. Capital budgeting decisions are decision relating to investments in assets or projects which provide long-term benefit. നമ്മൾ ഇപ്പോൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ നമ്മൾ എവിടെയാണോ ഹെവി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുന്നത് അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിന് എളുപ്പത്തിൽ പറയാം, capital budgeting is the process of selecting those investment proposal which are worthwhile to invest the available funds. നമ്മുടെ കയ്യിലുള്ള നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വർത്ത് ആയിട്ട്, വർത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇറക്കിയ പൈസ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ആയി കിട്ടുന്നത്, നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഡെഫിനേഷനൊക്കെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൺസിസ്റ്റ് പ്ലാനിങ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് അവൈലബിൾ ക്യാപിറ്റൽ. നമ്മുടെ കയ്യിലുള്ള